നിർമ്മാണം 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കാൻ മാധവൻ IAS സാദരപൂർവ്വം ക്ഷണിക്കുന്നു. അക്ഷരം മ്യൂസിയത്തിന്റെ കെട്ടിട നിർമ്മാണ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ ചടങ്ങിന്റെ അധ്യക്ഷത PK ഹരികുമാർ, പ്രസിഡന്റ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം M മുകുന്ദനെ അവർകളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഡോക്ടർ N ജയരാജ് അവർകളെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ടിട്ടുള്ള ജസ്റ്റിസ് KT തോമസ് അവർകൾ, പ്രൊഫസർ V മധുസൂദനൻ നായർ, ശ്രീ തോമസ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഈ നാട്ടകത്തുള്ള സ്ഥലത്താണ് സഹകരണ വകുപ്പ് മുൻകൈയെടുത്ത് 15 കോടി രൂപ മുടക്കി 15,000 സ്ക്വയർ ഫീറ്റിൽ ആദ്യ ഫേസ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2, 3, 4 ഘട്ടങ്ങൾ കൂടി പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മ്യൂസിയങ്ങളിലൊന്നായി ഇത് മാറിത്തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ, സംഘത്തിനെ മികവോടെ മുന്നോട്ട് നയിക്കുന്ന പ്രിയ സന്നിഹിതരായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും ചതുരശ്രടിയിൽ ഒരുക്കുന്ന ഈ മ്യൂസിയത്തിൻ്റെ പണി പൂർണ്ണമായി പൂർത്തിയാകുന്നതോടെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവും നമ്മുടെ ഭാഷാ ചരിത്രവും സാഹിത്യ ചരിത്രവുമെല്ലാം ഇതിലടയാളപ്പെടുത്തപ്പെടും. അതിനു പുറമെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഷകളുടെ ചരിത്രവും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെടും. അങ്ങനെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരാശയമാണ് അക്ഷരം മ്യൂസിയത്തിൻ്റെ സ്ഥാപനത്തിലൂടെ നാം മുന്നോട്ട് വെക്കുന്നത്. അതിലൂടെ നാം ലോകത്തിന് തന്നെ ഒരു സന്ദേശം പകർന്നു നൽകുകയാണ്. നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെ നിലനിർത്തണം എന്ന സന്ദേശമാണ്. മലയാളമടക്കമുള്ള നമ്മുടെ ഭാഷകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭാഷാ വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നൊരു ഘട്ടമാണിത്. ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന നാട് എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ചുരുക്കാൻ ചിലർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ കൂടിയായി മാറും ഇത്തരം ഗാലറികൾ. 6000-ഓളം ലോകഭാഷകളെ അടയാളപ്പെടുത്തുന്ന ഇവിടുത്തെ ലോക ഭാഷാ ഗാലറിയും തിയേറ്റർ സംവിധാനവും ഡിജിറ്റൽ മ്യൂസിയവും എല്ലാം സാഹിത്യ പ്രവർത്തകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്ഷരം മ്യൂസിയത്തിൻ്റെ ഭാഗമായി കോട്ടയത്തെ ചില പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അക്ഷരം ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ടൂറിസം സർക്യൂട്ടിന്റെ പ്രഖ്യാപനം ബ്രോഷർ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിച്ചു. അഞ്ചാമത് SPCS അക്ഷര പുരസ്കാരം സമർപ്പിക്കുന്നത് ഇതെടുത്ത ആദ്യ നാടുകളിൽ ഞാനും ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് ആരംഭിച്ചതും അതിൻ്റെ തുടക്കം തന്നെ വളരെ ഗംഭീരമാണ്. ഏതിൻ്റെ അക്ഷരമന്ദിരത്തിൻ്റെ അല്ല, SPCS. നിയതമൊരു നൂറ്റാണ്ട് കഴിയവേ വന്നങ്ങ് ജയമുരളി ഊതി ഞാൻ ജാഗരം നിന്നിടും. അക്ഷരത്തിൻ്റെ മുകളിലാണ് മലയാളി സമൂഹം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ അസ്ഥിവാരം എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്, അല്ലാതെ ഇഷ്ടികകളോ. ഭാഷയിൽ നിന്ന് സാഹിത്യം ഉണ്ടാകും, സാഹിത്യത്തിലൂടെ ഭാഷയും പുഷ്ടിപ്പെടും, അതിലൂടെ സംസ്കാരവും പുഷ്ടിപ്പെടും. ഇവയ്ക്കെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ മ്യൂസിയം, ഏറ്റവും വലിയ ചരിത്രത്തിൻ്റെ മ്യൂസിയം, മനുഷ്യത്വത്തിൻ്റെ മ്യൂസിയം, വികാരത്തിൻ്റെ മ്യൂസിയം, മനുഷ്യഗതിയുടെ മ്യൂസിയം, മനുഷ്യവികാസത്തിൻ്റെ മ്യൂസിയം എന്ന് പറയുന്നത് ഭാഷ മാത്രമാണ്. ഒരുക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് ആദ്യം മുന്നേ ഓടുന്നവരാണ്. ഈ കാര്യത്തിലും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മ്യൂസിയം ഉണ്ടാകുന്നത്. All the time we see museum based on historical. വേളയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ എനിക്കുണ്ട്.